ബോണക്കാട്ടെ 25-ാം നമ്പർ ബംഗ്ലാവ്. തിരുവനന്തപുരത്തെ ബോണക്കാട് ബംഗ്ലാവിന്റേത് ഒരു വിദേശി കുടുംബത്തിന് നേരിടേണ്ടി വന്ന ദുരന്തത്തിന്റെ കഥയാണ്. പേപ്പാറ ഡാമിനടുത്ത് ബോണക്കാട് തോട്ടം മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവ് 1950കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത മനോഹരമായ ഒന്നായിരുന്നു. ഐതിഹ്യം: ഈ ബംഗ്ലാവിലെ ഉടമയായിരുന്ന സായിപ്പിന് ഒരു മകളുണ്ടായിരുന്നു. മനോഹരമായ ആ തോട്ടത്തിൽ അവൾ സന്തോഷത്തോടെയാണ് വളർന്നത്. എന്നാൽ ഒരു രാത്രിയിൽ ആ പെൺകുട്ടി നിഗൂഢമായ സാഹചര്യത്തിൽ ബംഗ്ലാവിനുള്ളിൽ വെച്ച് മരിച്ചു. മകളുടെ വേർപാടിൽ തളർന്ന സായിപ്പും കുടുംബവും പിന്നീട് അവിടെ താമസിക്കാൻ പേടിച്ച് ലണ്ടനിലേക്ക് തിരിച്ചുപോയി. അതോടെ ആ വലിയ ബംഗ്ലാവ് വിജനമായി. രാത്രികാലങ്ങളിൽ ആ ബംഗ്ലാവിനുള്ളിൽ നിന്ന് ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കാമെന്ന് അവിടെ പോയിട്ടുള്ള പലരും പറയാറുണ്ട്. വിജനമായ ആ ബംഗ്ലാവിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം പലരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാതിലുകൾ തനിയെ അടയുന്നു. ഈ ബംഗ്ലാവ് കാണാൻ പോകുന്ന വിനോദസഞ്ചാരികൾക്ക് പലപ്പോഴും ഉള്ളിൽ നിന്ന് വാതിലുകൾ തനിയെ അടയുന്നതായും അദൃശ്യമായ എന്തോ ഒന്ന് തങ്ങളെ തൊടുന്നതായും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ ബംഗ്ലാവ് കാടുപിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. വനം വകുപ്പിന്റെ അനുവാദത്തോടെ മാത്രമേ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയൂ.